എല്ലാ ജുഗ്നു ഡ്രൈവിംഗ് പാർട്ട്നേഴ്സിനും നമസ്കാരം. ജുഗ്നു ആപ്ലിക്കേഷനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുന്നതിനാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതും നിങ്ങളുടെ വരുമാനവും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതിനായി നിങ്ങൾ ആദ്യം ജുഗ്നു ഡ്രൈവിംഗ് പാർട്ട്നേഴ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ മുകളിൽ ഓഫ്ലൈൻ മോഡ് എന്നായിരിക്കും കാണിക്കുക. ആയതിനാൽ നിങ്ങൾ ഓൺലൈൻ ആക്കുന്നതിനായി മുകളിൽ ഇടത് സൈഡിലുള്ള 3 ബട്ടൺ അമർത്തുക. അതിൽ ജുഗ്നു ഓഫ് എന്ന് മാറ്റി ഓൺ എന്നുള്ള ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓൺലൈനായി കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു യാത്രയ്ക്ക് തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് വരുമാനം പരിശോധിക്കാം. അതിനായി മുകളിൽ ഇടത് സൈഡിൽ കാണുന്ന 3 ബട്ടൺ അമർത്തുക. അതിനുശേഷം ഏർണിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ജുഗ്നുവിൽ നിന്നുള്ള നിങ്ങളുടെ മൊത്തം ദിവസത്തെ വരുമാനം ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. അതാണ് ടുഡേയ്സ് ഏർണിംഗ്സ് എന്നത്. ഓരോ റൈഡിന് ശേഷവും വലതുവശത്തെ മുകളിലെ മൂലയിൽ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് തുക കാണാം. അതായത് ക്യാഷ് വാലറ്റ് ബാലൻസ് ഓർ ലോ ബാലൻസ്. ഈ തുക നിങ്ങൾ കമ്പനി കമ്മീഷനായി കമ്പനിക്ക് തന്നെ അടയ്ക്കണം. അതിനായി ക്യാഷ് വാലറ്റ് ബാലൻസ് ഓർ ലോ ബാലൻസ് എന്നതിൽ അമർത്തുക. അതിൽ കാണിക്കുന്ന തുക റീചാർജ് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം ടു പ്രൊസീഡ് വിത്ത് വാലറ്റ് റീചാർജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ തുക കൊടുത്ത ശേഷം UPI ഉപയോഗിച്ച് GPay ഓർ ഫോൺപേ വഴി പേയ്മെൻറ്റ് ചെയ്യാനായി കൺഫേം ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ് തുക, അതായത് ക്യാഷ് വാലറ്റ് ബാലൻസ് ഓർ ലോ ബാലൻസ് 400-ൽ കൂടുതലാണ് എങ്കിൽ അത് ആക്ടിവേഷൻ ഇല്ലാതാക്കാൻ ഇടയാക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു റൈഡ് പോകാമെന്ന് നോക്കാം. ഏതെങ്കിലും യാത്രക്കാർ ജുഗ്നുവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾ ഓർഡർ നൽകും. അപ്പോൾ ഒരു റിംഗിംഗ് ബെല്ല് വഴി നിങ്ങൾക്ക് ഓർഡർ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ കസ്റ്റമർ നിൽക്കുന്ന ദൂരവും, അതായത് 0.01 കിലോമീറ്റർ എവേ, അതായിരിക്കും കസ്റ്റമർ നിൽക്കുന്ന ദൂരം. കസ്റ്റമർ നിൽക്കുന്ന ദൂരവും നിൽക്കുന്ന സ്ഥലവും, ഈ ബ്ലൂ കളർ കാണുന്നില്ലേ, അതായിരിക്കും കസ്റ്റമർ നിൽക്കുന്ന സ്ഥലം. അതിന് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ ലൊക്കേഷൻ കാണുന്നില്ലേ, അതായിരിക്കും കസ്റ്റമറിനെ ഇറക്കുന്ന സ്റ്റോപ്പ്. അതിനുശേഷം എസ്റ്റിമേറ്റ് ഫെയർ, അതായത് എത്ര രൂപയായിരിക്കും നമ്മൾ വാങ്ങിക്കേണ്ടത് എന്നുള്ളതായിരിക്കും അതിൽ നൽകിയിരിക്കുന്നത്. അതിനുശേഷം കിലോമീറ്ററും പരിശോധിക്കുക. ശേഷം നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ബട്ടൺ അമർത്തുക, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. നിങ്ങൾ ആക്സെപ്റ്റ് നൽകി റൈഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന കോളിംഗ് ബട്ടൺ ഉപയോഗിച്ച് കസ്റ്റമറിനെ വിളിക്കുക. കസ്റ്റമറിനെ വിളിച്ച ശേഷം അവരുടെ സ്ഥലം ചോദിച്ച് നിങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുക. ശേഷം കഴിയുന്നത്ര വേഗത്തിൽ കസ്റ്റമറിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. നിങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്തെത്തി കസ്റ്റമർ നിങ്ങളുടെ ടാക്സിയിലായിരിക്കുമ്പോൾ ഇതിൽ വലതുവശത്ത് ഏറ്റവും താഴെയായി കാണുന്ന സ്റ്റാർട്ട് റൈഡ് എന്ന ബട്ടൺ അമർത്തുക. ശേഷം ഡ്രോപ്പ് ലൊക്കേഷൻ വരെയുള്ള ലൊക്കേഷൻ റൂട്ട് മാപ്പ് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. റൈഡ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൽ താഴെ കാണുന്ന എൻഡ് റൈഡ് ബട്ടൺ അമർത്തണം. അപ്പോൾ നിങ്ങൾ ശേഖരിക്കേണ്ട തുക എത്രയാണോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം കസ്റ്റമറിൽ നിന്നും ഇതിൽ കാണിക്കുന്ന തുക എത്രയാണോ അത്രയും വാങ്ങിക്കുക. ഇതിൽ ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കസ്റ്റമറിനോട് റേറ്റിംഗ് നൽകാൻ പറയുക. കൂടുതൽ കസ്റ്റമറിനായി ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ചുവപ്പ് നിറത്തിലുള്ള ബോക്സ് എപ്പോഴും പരിശോധിക്കുക. അതിൽ ആ ചുറ്റളവിലുള്ള ഹൈ ഡിമാൻഡ് ഏരിയയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ഈ ചുവപ്പ് ബോക്സ് നൽകിയിട്ടുള്ളതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റൈഡ് ലഭിക്കാൻ സാധിക്കുക.